നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഇന്ത്യ ന്യൂസിലാൻഡ് ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ 4 വിക്കറ്റിന് വിജയിച്ചിരിക്കുകയാണ്. വിരാട് കോഹ്ലിയുടെ 93, ശ്രേയസ് അയ്യരുടെ 49, രണ്ടുപേർക്കും ഒരാൾക്ക് അർദ്ധ സെഞ്ചുറി നഷ്ടപ്പെട്ടു. 1 റൺസ് അകലെ വിരാട് കോഹ്ലിക്ക് 7 റൺസ് അകലെ സെഞ്ചുറി നഷ്ടപ്പെട്ടു. എങ്കിൽ കൂടിയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു വിജയമായിരുന്നു ആദ്യ മത്സരത്തിലെ ഈ വിജയം. എൻ്റെ കൂടെ ജയേഷ് പൂക്കോട്ടൂർ. ജയേഷ്, വിരാട് കോഹ്ലി 93 ഔട്ടായ ഒരു മത്സരമാണ്. നമുക്കറിയാം, വിരാട് കോഹ്ലി 90 കഴിഞ്ഞാൽ ഈസിലി അദ്ദേഹം ഒരു 100 റേസർ ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇന്നെന്തോ അദ്ദേഹം 93 ഔട്ടായി. എങ്കിൽ കൂടിയും ഇന്ത്യയുടെ വിജയം മനോഹരമായിരുന്നു. അപ്പോൾ വിരാട് കോഹ്ലിയുടെ ഈ ഇന്നിങ്സിനെ എങ്ങനെ കാണുന്നു? ഉറപ്പായിട്ടും ഒന്ന്, വിരാട് 90കളിൽ പുറത്താവുന്നത് ഇത് 9ാമത്തെ തവണയാണ്. 90കളിൽ പുറത്താകുന്ന ഏകദിനത്തിൽ 90കളിൽ പുറത്താകുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ താരം കൂടിയാണ് വിരാട് എന്നുള്ളത്. 37 വിരാട്. ഇപ്പോൾ 36 90 ഔട്ടായിരുന്ന സുനിൽ ഗവാസ്കറിന്റെ പേരിലായിരുന്നു ഇതുവരെ റെക്കോർഡ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഒരു റെക്കോർഡ് എന്ന് പറയാൻ പറ്റില്ല. അതെ, അത് ഇപ്പോൾ വിരാടിൻ്റെ പേരിലാണുള്ളത്. മാത്രമല്ല, വിരാടിൻ്റെ ഇന്നിങ്സിലേക്ക് വരുമ്പോൾ വിരാട് ഓരോ മത്സരത്തിലും ഇന്ന് ഞാൻ എന്താ റെക്കോർഡ് ഇടും എന്ന ഭാവത്തിലാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാനേ കഴിയുന്നില്ല. കാരണം ഓസ്ട്രേലിയൻ സീരീസിൻ്റെ തുടക്കത്തിൽ തുടർച്ചയായി 2 ഡെക്കായി പോയ പ്ലെയറാണ് ഈ രീതിയിൽ ഒരു അതിഗംഭീരമായ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ വേറൊരാൾക്കും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പെർഫോമൻസാണ് നടന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ആ ഫസ്റ്റത്തെ 2 മാച്ച് ഓസ്ട്രേലിയൻ സീരീസിൽ ഡെക്കായതിനു ശേഷം പിന്നെ അദ്ദേഹം ഒരു 50യോടെ തിരിച്ചു വരുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 2 സെഞ്ചുറിയും ഒരു 50 നേടുന്നു. 155 സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ ആവറേജ് എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം കളിക്കാൻ പോകുന്നത് വിജയാസാരയാണ്. അതിനകത്ത് ഒരു സെഞ്ചുറി വരുന്നു. ആന്ധ്രയ്ക്കെതിരെ, ഗുജറാത്തിനെതിരെ ഒരു 50 വരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ ന്യൂസിലൻഡ് സീരീസിലെ ഫസ്റ്റ് മാച്ചിൽ ഒരു 93 വരുന്നു. തുടർച്ചയായിട്ട് 7 മത്സരത്തിലാണ് അദ്ദേഹം 50+ സ്കോർ ചെയ്യുന്നത്. ഇപ്പോൾ 155 ഇപ്പോൾ കഴിഞ്ഞ 7 മത്സരത്തിൽ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരാശരി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തരത്തിൽ പോലും, അതായത് ഒന്ന് ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങിയപ്പോൾ, അതായത് ബാറ്റിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ വിരാട് ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ത്യക്ക് വേണ്ടി ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്നുള്ള സൗരവ് ഗാംഗുലിയുടെ റെക്കോർഡ് മറികടന്ന് ആ പട്ടികയിൽ വിരാട് 5ാം സ്ഥാനത്തെത്തി. നമുക്കറിയാം, അസറുദ്ദീൻ, ധോണി, ദ്രാവിഡ്, സച്ചിനുമാണ് ആ പട്ടികയിൽ മുമ്പിലുള്ളത് ഏറ്റവും കൂടുതൽ ഏകദിനങ്ങൾ കളിച്ച്. അത് ഫീൽഡ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ, ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ ഓരോ മൊമെൻറ്റിലും കൃത്യമായ ഒരു ലാൻഡ് മാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ ഒരു റെക്കോർഡിലേക്ക് വന്നു. അതിനു മുമ്പ് അദ്ദേഹം സച്ചിൻ്റെ റെക്കോർഡ് മറികടന്ന് 28,000 ക്ലബ്ബിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 28,000 ഏറ്റവും വേഗത്തിൽ തികയ്ക്കുന്ന താരമെന്ന നേട്ടം. സച്ചിന് 644 ഇന്നിങ്സ് എടുത്തപ്പോൾ കോഹ്ലി അത് 624 ഇന്നിങ്സ് കൊണ്ട് 28,000 ക്ലബ്ബിലേക്ക് എത്തി. മാത്രമല്ല, ഒരു 30 റൺസും കൂടി കഴിഞ്ഞ സമയത്താണ് അദ്ദേഹം ഏകദിനത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത 2ാമത്തെ താരമായി. അതായത് കുമാർ സാംഗക്കാരയുടെ, ശ്രീലങ്കൻ ഇതിഹാസം കുമാർ സാംഗക്കാരയുടെ ഒരു റെക്കോർഡ് മറികടന്നുകൊണ്ട് കോഹ്ലിയെ 2ാം സ്ഥാനത്തേക്ക് കിടക്കുന്നു. അങ്ങനെ അതിഗംഭീരമായൊരു സ്ഥാനം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അർഹിച്ച സെഞ്ചുറി തന്നെയായിരുന്നു. 93 അദ്ദേഹം ഒരു ക്യാച്ച് കൊടുത്താണ്. നല്ല മികച്ചൊരു ക്യാച്ചായിരുന്നു. ക്യാച്ച് കൊടുത്തിട്ടാണ് അദ്ദേഹം മടങ്ങുന്നത്. അപ്പോൾ വിരാട് മടങ്ങുന്ന സമയത്ത് നമ്മുടെ TV സ്ക്രീനിൽ ഒരു പയ്യനൊരു ബോർഡും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. വിരാട് ഇന്ന് സെഞ്ചുറി അടിക്കില്ലെങ്കിൽ ഞാൻ ഒരാഴ്ച ഭക്ഷണം കഴിക്കില്ല എന്നൊരു കുഞ്ഞ് ബാനറൊക്കെ എഴുതി പിടിച്ചിരിക്കുന്നൊരു ഇതൊക്കെ കണ്ടു. അപ്പോൾ വിരാട് ഏത് പ്രായക്കാർക്കും ഒരു ഇമോഷൻ തന്നെയാണ്. അതിന് ഒത്ത പ്രകടനം തന്നെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നമ്മൾ പറയുന്ന പോലെ അതിൻ്റെ ഒരു കരിയറിൻ്റെ ഒരു ലേറ്റ് സമയത്ത് പോലും ഇത്രയും ടോപ്പ് ഫോമിൽ, പീക്ക് ഫോമിൽ വിരാട് കളിക്കുന്നു എന്ന് പറയുന്ന വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ വിരാടിൻ്റെ കാര്യം മാത്രമല്ല, ഇന്നത്തെ ഒരു 2-3 പ്ലേയേഴ്സ് നമ്മൾ എടുത്തു പറയാനുള്ളത്, ഒന്ന് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല്. അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം റിട്ടേൺ മാച്ച് ആയിരുന്നു. ഇഞ്ചുറിയൊക്കെ മാറി വന്നു. അദ്ദേഹം ഇച്ചിരി ഒരു സ്ലോ ഇന്നിങ്സ് ആണെങ്കിൽ പോലും ഒരു സെൻസിബിൾ ഇന്നിങ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഒരു അർദ്ധ സെഞ്ചുറി നേടി നല്ലൊരു ട്രാക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു തുടക്കത്തിൽ. ഒപ്പം തന്നെ ശ്രേയസ് അയ്യരുടെ മടങ്ങിവരവിൽ അദ്ദേഹം ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു 49 റൺസ് എടുക്കുന്നു. അതിൽ തന്നെ ബൗളിങ്ങിൽ ഫീൽഡിങ് സമയത്ത് ഒരു ഗംഭീര റണ്ണൗട്ട് അദ്ദേഹം ഒരു ഡയറക്റ്റ് ത്രോ വെച്ച് നേടുന്നുണ്ട്. പിന്നീട് എടുത്തു പറയാനുള്ള ഒരു പ്ലെയർ MSKൻ്റെ സ്വന്തം ഹർഷിത് റാണ. ഹർഷിത് റാണയെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെന്നല്ല എല്ലാവരും വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരു പ്ലെയറാണ്. ഒരുപാട് അവസരം കിട്ടുന്നു. പക്ഷേ അദ്ദേഹം ഈ ഇതിലേക്ക് ഒന്ന് അതെ 24 വയസ്സായിട്ടുള്ളൂ അദ്ദേഹത്തിന്. അദ്ദേഹം കളിക്കട്ടെ, 24 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അദ്ദേഹം ബാറ്റ് കൊണ്ടും ഇതുകൊണ്ടും, അതായത് തുടക്കത്തിൽ ഹെൻറി നിക്കോൾസും മാറ്റ് ഹെൻറിയും കൂടി മികച്ച തുടക്കമാണ് ന്യൂസിലൻഡ് നൽകിയത്. നമുക്കറിയാം, സെഞ്ചുറി കൂട്ടുകെട്ടും കിടന്ന് നല്ല ഫോമിൽ പോയിരുന്നു. 21 ഓവർ വരെ ടോപ്പ് ഫോമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് തുടർച്ചയായിട്ടുള്ള ഓവറുകളിലാണ്
ഇവർ ഓപ്പണർമാർ രണ്ടുപേരെയും മടക്കുന്നത്. അത് ഗില്ലിൻ്റെ ഒരു ഗംഭീര ഒരു ബൗളിംഗ് ചേഞ്ച് ആയിരുന്നു. കാരണം നല്ല ഫോമിൽ എറിയായിരുന്ന സിറാജിന് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു 4 ഓവർ 16 റൺസ് സിറാജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഹർഷിത് റാണ അവിടെ 20-ന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഹർഷിത്തിന് തന്നെ ബോൾ കൊടുക്കുന്നു. ഹർഷിത് തുടർച്ചയായിട്ടുള്ള ഓവറുകളിൽ 2 ഓപ്പണർമാരെയും മറികടന്നുകൊണ്ടൊരു നിർണായക ബ്രേക്ക് ത്രൂ നൽകുന്നു. ഇപ്പോൾ ഈ മത്സരത്തിലേക്ക് വരുമ്പോഴും ഇക്കോണമി 6-ൽ കൂടുതലുണ്ട്. പക്ഷേ എടുത്ത 2 വിക്കറ്റും വളരെ ക്രൂഷ്യൽ വിക്കറ്റാണ്. പിന്നീടൊരു വലിയൊരു സ്കോറിലേക്ക് ഡാരിൽ മിച്ചൽ ഒഴികെ വേറെ ആർക്കും വലിയൊരു സ്കോറിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ 300 ഇറങ്ങിയത്. അതിൽ 300-ന് മുകളിലേക്ക് ഒരു ടോട്ടലിലേക്ക് എന്തായാലും അവർ പോയേനെ. അപ്പോൾ തന്നെ ബാറ്റിങ്ങിലേക്ക് വന്നപ്പോൾ അവസാന ഓവറുകളിൽ ക്രൂഷ്യൽ സമയത്ത് ഒരു വൻ വെടിക്കെട്ട് തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അത് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ KL രാഹുൽ പറയുകയും ചെയ്തു. ഹർഷിത് അത്തരത്തിലൊരു അപ്രതീക്ഷിതമായ ഒരു വെടിക്കെട്ട് നടത്തിയുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഈസി എന്നാണ് KL രാഹുൽ പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നോക്കുമ്പോൾ ഈ കുറച്ച് താരങ്ങൾ എടുത്തു നോക്കുമ്പോൾ വലിയൊരു സന്തോഷമുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. MSK എന്താ പറയുന്നത്? ഇതിൽ എനിക്ക് ആദ്യം വിരാട് കോഹ്ലിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. കാരണം വിരാട് കോഹ്ലിയുടെ ഈ റെക്കോർഡുകൾ നോക്കുമ്പോൾ അദ്ദേഹം ഓരോ മത്സരത്തിലും ഓരോ റെക്കോർഡുകൾ താണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഒരു കളിക്കാരൻ്റെ ഗ്രേറ്റ്നെസ് ആണ് അത് കാണിക്കുന്നത്. നമുക്കറിയാം, ഏതാണ്ട് ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് സച്ചിൻ ടെണ്ടുൽക്കർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ മത്സരത്തിലും ഓരോ റെക്കോർഡുകൾ ഇങ്ങനെ പിറക്കുന്നു. നമ്മളതൊക്കെയും ആഘോഷത്തോടു കൂടി കാണുന്നു. നമ്മുടെ ഒരു നൊസ്റ്റാൾജിയുടെ ഭാഗമാണ്. ഇനിയൊരു കാലത്ത് നോക്കുമ്പോൾ വിരാട് കോഹ്ലിയുടെ ഓരോ മത്സരത്തിലെയും ഓരോ റെക്കോർഡുകൾ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, നമുക്കറിയാം ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സുകൾ കൊണ്ടുള്ളൊരു ഗെയിമാണ്. അപ്പം അതിൽ അഗ്രഗണ്യനായിട്ട് ഒരാൾ നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ഗ്രേറ്റ്നെസ് ആണ്. അതിനൊപ്പം മറ്റൊരു കാര്യം, പിന്നെ അദ്ദേഹം ഇതുപോലെ ഇപ്പോൾ തുടർച്ചയായ 5 അന്താരാഷ്ട്ര മത്സരങ്ങളിലാണ് 50+ സ്കോർ നേടിയിരിക്കുന്നത്. ഇതുപോലെ വിരാട് കോഹ്ലി 5 പ്രാവശ്യം ഇതിനു മുമ്പ്, അതായത് ടോട്ടൽ 5 പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ 5 മത്സരങ്ങളിൽ തുടർച്ചയായി 50 എടുക്കുന്നു. അത് തന്നെ നോക്കുകയാണെങ്കിൽ 25 50കൾ അദ്ദേഹം തുടർച്ചയായിട്ട് ഏതാണ്ട് എടുത്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് പല ഈ ഇടവേളകൾ ഉണ്ടാകാം, പക്ഷേ തുടർച്ചയായി ഇതിന് താഴെയുള്ളത് ക്വിൻ്റൻ ഡി കോക്ക് മാത്രമാണ് 2 പ്രാവശ്യം ഇങ്ങനെ 5-5-10 തുടർച്ചയായി 50കൾ നേടി എന്നുള്ള ലൈനിൽ. അപ്പോൾ ഇദ്ദേഹം അതിനേക്കാൾ 3 മടങ്ങ്, അതായത് ഈ 5 പ്രാവശ്യം അത് നേടുന്നു എന്ന് പറയുമ്പോൾ വിരാട് കോഹ്ലിയുടെ ഗ്രേറ്റ്നെസ് ഒരുപാട് ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും വിരാട് കോഹ്ലി അദ്ദേഹം ലോകകപ്പിലേക്ക് കളിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട് എന്നത് കൃത്യമായിട്ടും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഹർഷിത് റാണയുടെ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചില സൂപ്പർ താരങ്ങളുടെ മക്കൾ സിനിമയിലേക്ക് അഭിനയിക്കാൻ വരാറുണ്ട്. അവരുടെ ചിലപ്പോൾ നെപ്പോട്ടിസം നമ്മൾ പറയാറുണ്ട്. അപ്പോൾ സൂപ്പർ താരങ്ങളുടെ മക്കൾ ചിലപ്പോൾ സിനിമകളിലേക്ക് വരുന്ന സമയത്ത് അവരുടെ പെർഫോമൻസോ അല്ലെങ്കിൽ ആ സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാലും അവർക്ക് പിന്നെയും അവർക്ക് അവസരം കിട്ടുന്നു. ഒരുപാട് അവസരങ്ങൾ കിട്ടി അവസാനം അവർ നമ്മുടെ ഒരു ഫെമിലിയർ മുഖമാവുന്നു. അവർക്ക് നല്ല സ്ക്രിപ്റ്റും മറ്റുമൊക്കെ വരുമ്പോൾ അതൊരു സൂപ്പർ ഹിറ്റായി മാറുന്നു എന്നുള്ള അവസ്ഥയാണ്. അതിനൊപ്പം ആ സമയത്ത് ഈ സൂപ്പർ താരങ്ങൾക്ക് എൻട്രി വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നൊരു പോയിന്റ്. അതായത് ഗംഭീറിൻ്റെ സപ്പോർട്ടും അജിത് അഗാർക്കറുടെ സപ്പോർട്ടും ആവശ്യത്തിലേറെ കിട്ടുമ്പോൾ അദ്ദേഹത്തിന് എൻട്രി വളരെ ഈസി ആയിട്ട് ലഭിക്കുന്നു. അദ്ദേഹം പരാജയപ്പെട്ടാലും അദ്ദേഹം ടീമിൽ ഉണ്ടാകും എന്നുള്ള രീതിയിൽ അവസരങ്ങൾ ഇഷ്ടംപോലെ ലഭിക്കുന്നു. കണ്ട് നമ്മളങ്ങ് സൂപ്പർ താരങ്ങളെ ഇഷ്ടപ്പെടുന്നത് പോലെ ഒരുപാട് കളിച്ച് പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ മറന്നുപോകുന്നൊരു കാര്യം, അർഷ്ദീപ് സിംഗിനെ പോലുള്ളൊരു കളിക്കാരൻ ഇപ്പോഴും പുറത്താണ്. അദ്ദേഹത്തിന് ഇതേപോലൊരു വാത്സല്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടീമിൻ്റെ ഒരു ലെഫ്റ്റ് ഹാൻഡ് പേസറാണ് അദ്ദേഹം. ഏറ്റവും വേഗത്തിൽ 100 T20 വിക്കറ്റുകൾ എടുത്തൊരു മനുഷ്യനാണ്. അത്രയും അതെ, അത്രയും കൺസിസ്റ്റൻ്റായി പെർഫോം ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിനെ പുറത്തിരുത്തുന്നത്. ഇദ്ദേഹത്തിന് തന്നെ അവസരങ്ങൾ കൊടുക്കുകയാണ്. പിന്നെ പ്രസീദ് കൃഷ്ണ, അദ്ദേഹത്തിനൊക്കെ ഒരുപാട് തല്ല് ഏറെ കിട്ടിയിട്ടും അവസരങ്ങൾ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരുപാട് കളിക്കാറുണ്ട്. വത്സലപുത്രന്മാരാവുന്ന ചില താരങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു ഗണത്തിലാണ് ഹർഷിത് റാണയെ പെടുത്താൻ എനിക്ക് ആഗ്രഹം. എങ്കിൽ കൂടിയും ഹർഷിത് റാണ ഇന്നൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. നല്ല പെർഫോമൻസാണ്, അതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാം. പക്ഷേ ഈ അവസരങ്ങൾ കിട്ടാതെ പോകുന്നവരുടെ നെഞ്ചത്ത് ചവിട്ടിയാണ് ഇദ്ദേഹം പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അതുപോലെ പിന്നെ ഒരു കാര്യം കൂടി, ഇന്നത്തെ ഈ ടീമിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ബാറ്റിംഗ് ഓർഡർ ഇപ്പോഴും ആ ഒരു ഷഫിൾ വലിയ പ്രശ്നമാണോ എന്നുള്ളതൊരു വിഷയമാണ്. കാരണം രവീന്ദ്ര ജഡേജ KL രാഹുലിന് മുമ്പ് ഒരിക്കലും ഇറങ്ങാൻ പാടില്ല. KL രാഹുൽ ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ഒരു ബാറ്ററാണ്. രവീന്ദ്ര ജഡേജ ഒരു ഓൾറൗണ്ടറാണ്. പക്ഷേ രവീന്ദ്ര ജഡേജയാണ് മുമ്പേ ഇറക്കിയിരിക്കുന്നത്. KL രാഹുൽ ലാസ്റ്റ് ഫിനിഷ് ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ജഡേജയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം നിരാശാജനകമായ ഒരു മത്സരമായിരുന്നു. എങ്കിൽ കൂടിയും ബാറ്റിംഗ് ഓർഡർ നോക്കുമ്പോൾ ആ ഒരു പ്രോപ്പർ ബാറ്റിംഗ് ഓർഡറിൽ പിന്നെയും പരീക്ഷണങ്ങൾ നടത്തുന്ന സമയത്ത് അതൊരു കൺസേൺ തന്നെയാണ്. ഒരുപക്ഷെ ജഡേജ ഇന്ന് പരാജയപ്പെട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്. KL രാഹുലിൻ്റെ പൊസിഷൻ ഇങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ടീമിലൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉറപ്പായിട്ടും. ഒപ്പം തന്നെ അതിനകത്ത് മുഹമ്മദ് കൈഫിൽ ഇർഫാൻ പത്താൻ എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ നിതീഷ് കുമാർ റെഡ്ഡിയെ മാറ്റിവെക്കുന്നത്, അദ്ദേഹത്തിന് എന്തുകൊണ്ട് കളിപ്പിക്കുന്നില്ല? ഹാർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ നിതീഷ് കുമാർ റെഡ്ഡി തന്നെയാണ് നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്.
ഇന്ത്യ ഇന്ന് 2 ബൗളിങ്ങോളം 3 സ്പിന്നർമാരാണ് കളിച്ചത്. കുൽദീപും ഒപ്പം തന്നെ വാഷിംഗ്ടൺ സുന്ദറും ജഡേജയും. 2 സ്പിൻ ഓൾറൗണ്ടർമാരെയാണ് നമ്മൾ പരീക്ഷിച്ചത്, ജഡേജയും വാഷിംഗ്ടൺ സുന്ദറിനെയും. വാഷിംഗ്ടൺ സുന്ദറിന് പകരം അവിടെ നിതീഷ് കുമാർ റെഡ്ഡി വേണമായിരുന്നു എന്നാണ് ഇർഫാൻ പത്താനെ പോലെയുള്ളവർ പറയുന്നത്. വാഷിംഗ്ടൺ 5 ഓവറേ കളിച്ചിട്ടുള്ളൂ. മാത്രമല്ല നിതീഷ് കുമാർ പറഞ്ഞ പോലെ 130+ നന്ന് ബോൾ ചെയ്യുന്ന പ്ലെയറാണ്, ഒപ്പം തന്നെ ബാറ്റ് ചെയ്യുന്ന പ്ലെയറാണ്. നമ്മൾ ഹർദിക് പാണ്ഡ്യയെ നമ്മൾ ഇപ്പോൾ ലിമിറ്റഡ് T20 മാത്രമേ കൂടുതൽ പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് നിതീഷ് കുമാർ റെഡ്ഡിക്ക് കുറച്ചും കൂടി ഏകദിനത്തിൽ പ്ലേയിങ് ടൈം വേണമെന്നൊരു തോന്നൽ MSKക്ക് ഉണ്ടോ? തീർച്ചയായിട്ടും അവിടെ നമ്മുടെ ഇന്ത്യൻ പിച്ചുകളിലാണ് കളിക്കുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനൊരു സെലക്ഷൻ 3 സ്പിന്നേഴ്സിനൊക്കെ ഇറക്കിയിട്ടുള്ളത്. പക്ഷേ എങ്കിൽ കൂടിയും ഹാർദിക് പാണ്ഡ്യ അദ്ദേഹത്തിൻ്റെ വർക്ക് ലോഡ് വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം പല സമയത്തും അവൈലബിൾ അല്ല. ആ സമയത്ത് തീർച്ചയായിട്ടും ഒരു ബോളിംഗ് അതായത് ഫാസ്റ്റ് ബോൾ എറിയുന്ന ഒരു ഓൾറൗണ്ടർ അത്യാവശ്യമാണ്. നമുക്കുള്ള ഓപ്ഷൻ നിതീഷ് കുമാർ മാത്രമാണ്. അപ്പോൾ ആ ഒരു ഗണത്തിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഹാർദിക് പാണ്ഡ്യയുടെ ഷോസ് ഫില്ല് ചെയ്യാനുള്ള കഴിവോ കാര്യങ്ങളോ അദ്ദേഹത്തിന് ഉണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ വേറെ തന്നെ ജനുസാണ്. എന്നാൽ പോലും ഇപ്പോൾ ഇന്ന് കുറെ കൂടി ഒരു പേസി ട്രാക്ക് ആയിരുന്നു. ഇപ്പോൾ അവരുടെ 8 വിക്കറ്റിൽ 6 വിക്കറ്റും വീഴ്ത്തിയ പേസർമാരാണ്. കുൽദീപിന് നമ്മളെ 3 സ്പിന്നർമാരുണ്ടായിട്ട് കുൽദീപിന് മാത്രമാണ് ഒരു വിക്കറ്റ് നേടാൻ കഴിഞ്ഞത്. 1 റൺഔട്ടും ആയിരുന്നു. അവരുടെ ജാമിസിന് 4 വിക്കറ്റ് ഉണ്ട്. അവർ കുറച്ച് പേസി ട്രാക്ക് ആയിരുന്നു. അപ്പോൾ അതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇന്നൊരു അവസരം വാഷിംഗ്ടൺ സുന്ദറിന് പകരം അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ ഇർഫാൻ പത്താൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. ഇർഫാൻ പത്താനും ജതിൻ സാപ്രുമായിട്ട് കമൻട്രി ബോക്സിൽ ഇന്നൊരു സംഘർഷം ഉണ്ടായിരുന്നു. ജതിൻ സാപ്രു കഴിഞ്ഞ ആഴ്ച ഇർഫാൻ പത്താനെ റോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ മറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം അറിയപ്പെടുന്ന കമൻറ്റേറ്ററാണ്. അപ്പോൾ ഇന്ന് ഈ കമൻട്രിക്ക് ഇടയിൽ ഇതേപോലൊരു സംവാദം, അവർ തമ്മിലൊരു ഇർഫാൻ പത്താൻ്റെ നാടാണല്ലോ ഇത്, അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഫ്രീ ടിക്കറ്റ് കൊടുത്തൂടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കമൻട്രി അദ്ദേഹം പറഞ്ഞെന്നും അതിനുശേഷം ഇർഫാൻ പത്താൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കൂടിപ്പോകും, നിങ്ങൾക്ക് വിഷമാവും എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു മറുപടി പറഞ്ഞെന്നൊക്കെയുള്ള സംഭാഷണങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. ന്യൂസിലാൻഡ് ഇന്നിങ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ടാക്ടിക്സിൽ പറഞ്ഞതുപോലെ ഡാരിൽ മിച്ചൽ തന്നെയാണ് കഴിഞ്ഞ ഇപ്പോൾ നമ്മൾ വിരാട് കോഹ്ലിയുടെ കൺസിസ്റ്റൻസിയെക്കുറിച്ച് പറയുന്നത്. അതേ സമയത്ത് തന്നെ ഡാരിൽ മിച്ചൽ കഴിഞ്ഞ കുറേ മത്സരങ്ങളിലായി സ്ഥിരമായിട്ട് ഇങ്ങനെ 50 അവസാന 10 ഇന്നിങ്സിൽ ഒരു ഇന്നിങ്സ് മാത്രമാണ് അദ്ദേഹം 40-ൽ പുറത്തായിട്ടുള്ളൂ. ബാക്കിയെല്ലാം 50+ സ്കോറുകളാണ്. അപ്പോൾ അതൊരു അദ്ദേഹം അതിനനുസരിച്ച് കളിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നൊരു അദ്ദേഹത്തിന് അർഹിച്ച സെഞ്ചുറി തന്നെയായിരുന്നു അദ്ദേഹം നഷ്ടമായത്. 54 റൺസ് എടുത്തു, 71 ബോളിൽ. മികച്ച ഇന്നിങ്സ് തന്നെയായിരുന്നു ഡാരിൽ മിച്ചൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം ഒരു ആധികാരിക വിജയം തന്നെയാണ്. ഇന്ത്യ KL രാഹുലിൻ്റെ ഫിനിഷിങ്ങും എടുത്തു പറയേണ്ടതാണ്. അവസാന നിമിഷം ഇറങ്ങി വെടിക്കെട്ടോട് കൂടി. രാഹുൽ ഒരു ക്ലച്ച് പ്ലെയർ തന്നെയാണ്. കാരണം അദ്ദേഹം ഓപ്പണർ ആയിക്കോട്ടെ അവിടെ അദ്ദേഹം കളിക്കുന്നുണ്ട്, മിഡിൽ ഓർഡറിലായിക്കോട്ടെ അദ്ദേഹം കളിക്കുന്നുണ്ട്, ഫിനിഷ് റോളായിക്കോട്ടെ അദ്ദേഹം ഓക്കെയാണ്, വിക്കറ്റ് കീപ്പർ ആയിക്കോട്ടെ അദ്ദേഹം ഓക്കെയാണ്. രാഹുൽ ശരിക്കും സുകുമാരനാണ്. അതെ ക്ലച്ച് പ്ലെയർ തന്നെയാണ്. മാത്രമല്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആധികാരിക വിജയം ഇന്ത്യക്ക് വലിയ രീതിയിൽ കോൺഫിഡൻസ് നൽകും. മാത്രമല്ല ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യയിൽ രണ്ടാമത്തെ മാത്രം 300+ ചേസ് സ്കോറാണത്. 2015 തോന്നുന്നു ഇന്ത്യ അതിനു മുമ്പ് 300+ ന്യൂസിലാൻഡിനെതിരെ സ്കോർ ചെയ്തിട്ടുള്ളത്. പത്രത്തിൽ നോക്കുമ്പോൾ ഒരു വലിയ പ്രതീക്ഷ വിജയം തന്നെയാണ്. സീരീസിൽ ഇനി ബാക്കി 2 മത്സരങ്ങളാണുള്ളത്. അതിൽ തിരിച്ചു വരാനായിരിക്കും ന്യൂസിലാൻഡിന് ശ്രമം. കാരണം കഴിഞ്ഞ 3 സീരീസും വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടാണ്, എതിരാളികളെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടാണ് ന്യൂസിലാൻഡ് ഇന്ത്യയിലേക്ക് വലിയ പ്രതീക്ഷയോടെ എത്തിയത്. പക്ഷേ ഇന്ത്യ ഏകദിനത്തിൽ തങ്ങളുടെ ഡോമിനൻസ് എന്താണെന്നുള്ളത് ഒരിക്കൽ കൂടി കാണിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഒപ്പം നമ്മളെ പേര് പറയാൻ വിട്ടുപോയി, രോഹിത് ശർമ്മയുടെ രോഹിത് നല്ല സ്റ്റാർട്ടിംഗ് ആയിരുന്നു അദ്ദേഹം കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ സിക്സർ ഉണ്ടായിരുന്നു, ഒരു സ്റ്റെപ്പ് ഔട്ട് ചെയ്തൊരു വേറൊരു സിക്സർ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ടച്ചിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഒരു ക്യാച്ച് കൊടുത്ത് മടങ്ങുന്നത്. രോഹിത്തും കൂടി കുറച്ച് സമയം കൂടി ഉണ്ടെങ്കിൽ കുറെ കൂടി അനായാസമായ നമ്മുടെ വിജയം എന്നാണ്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇപ്പോൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും തന്നെയാണ് ലോക ക്രിക്കറ്റിൽ വൺ ഡേയിലെ രാജാക്കന്മാർ. അവരുടെ കളി കാണാൻ വേണ്ടിയിട്ടാണ് ഗ്രൗണ്ടും കാണികളൊക്കെ നിറഞ്ഞു കവിഴുന്നത്. വേറൊരു ടീമിൽ പോലും അങ്ങനെ ഒരു താരങ്ങൾ വേറെ ഒരു ടീമിലും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ. അതായത് അവർ നിൽക്കുമ്പോഴാണ് ഏകദിനങ്ങൾ സ്റ്റിൽ എക്സിസ്റ്റ് എന്ന് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ വിരസമായി പോകുന്ന ഒരു പരമ്പരയായി മാറി. പലപ്പോഴും ഇതിപ്പോൾ ഇന്ത്യയിലെ ഫാൻസിനെ കുറിച്ച് അധികം ഭയങ്കരമായിട്ട്, അതായത് ട്രൂ ക്രിക്കറ്റ് ഫാൻസ് കാണും, അതല്ലാതെ ഇടയ്ക്കെപ്പോഴെങ്കിലൊക്കെ കളി വന്ന് കണ്ടു പോകുന്നവരൊക്കെ വിരാടും
രോഹിത്തും അവിടെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും മത്സരങ്ങൾ കാണുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും തർക്കമൊന്നുമില്ല. വൺഡേ കാണുന്നത് വൺഡേ കാണും. T20 പോലെയല്ല. വൺഡേയിൽ അവരുള്ളത് തീർച്ചയായിട്ടും മറ്റ് ഈ ഇന്ത്യയിലുള്ള ആൾക്കാർ മാത്രമല്ല, ലോകത്തിലുള്ള ആൾക്കാർ പിന്നെ ക്രിക്കറ്റ് പ്രേമികളൊക്കെയും ഈ മത്സരങ്ങൾക്ക് കണ്ടിട്ടും ഇപ്പം ഞാനിപ്പം ജസ്റ്റ് ട്വിറ്റർ എക്സിൽ നോക്കിയപ്പം പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരും പല രാജ്യത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ക്രിക്കറ്റേഴ്സൊക്കെ ഇവരുടെ ഇന്നിങ്സിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടൊക്കെ ട്വീറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതിനുള്ളതുകൊണ്ട് കാരണം ഇപ്പോൾ ഈ 39 വയസ്സിലും 37 വയസ്സിലും ആ രീതിയിലല്ലേ അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു ഒരു സംഭവം എന്ന് വെച്ചാൽ ബുധനാഴ്ചയാണ് ഇനി പുതിയ ബാറ്റിംഗ് റാങ്കിങ് വരാൻ പോകുന്നത്. അതിനകത്ത് കോഹ്ലി മിക്കവാറും ഇനി 1ാം സ്ഥാനത്തേക്ക് കയറും. രോഹിത് 2ാമതോ അല്ലെങ്കിൽ 3ാമതോ സാധ്യത. ചിലപ്പം ഡാരിൽ മിച്ചൽ കയറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും കോഹ്ലി എന്തായാലും 1ാമതെത്തും. ഓക്കെ. അപ്പോൾ കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം 5 കൺസിക്യൂട്ടീവ് 50s എന്ന് പറയുമ്പോൾ തീർച്ചയായും അദ്ദേഹം 1ാം സ്ഥാനത്തിന് എന്തുകൊണ്ടും അർഹനാണ്. അതിനിപ്പോൾ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ പരാജയമാണെങ്കിൽ കൂടി അവരുടെ ഒരു യുവനിരയാണ്. അവർ ഒരുതിയിട്ട് തന്നെ 300 റൺസൊക്കെ സ്കോർ ചെയ്തു. പിന്നെ ഒരുവിധമൊക്കെ 6 വിക്കറ്റൊക്കെ ഇന്ത്യയുടെ വീഴ്ത്തി എന്ന് നോക്കുമ്പോൾ ന്യൂസിലാൻഡ് സംബന്ധിച്ചിടത്തോളം കാരണം ഓവർ വരെ കൊണ്ടുപോകാനും കഴിഞ്ഞില്ല. ന്യൂസിലാൻഡും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. ഇനിയുള്ളത് പിന്നെ 2 മത്സരങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. അടുത്ത മത്സരത്തിൽ ന്യൂസിലാൻഡ് തിരിച്ചു വരുമോ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇതേ വിജയക്കുതിപ്പ് തുടരാനാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ടാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നു.